നമസ്കാരം. ഞങ്ങൾ നൈപുണ്യ കോളേജിൽ നിന്നാണ്. ഞങ്ങൾ MBA സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റ് സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. എന്തൊക്കെ സാറിൻ്റെ പേര് ദീപക് എന്നാണ്. ഇത് ക്ലിൻറ്റൺ ആണ്. ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത്. സാറിൻ്റെ പേര് എങ്ങനെയായിരുന്നു? സോബിൻ. ഓക്കെ. സാർ ഇപ്പോൾ മൂലൻസിൻ്റെ ഔട്ട്ലെറ്റ് ആണല്ലോ. നമുക്കിവിടെ ഒരുപാട് നമുക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് നമ്മൾ മാർക്കറ്റിംഗ് പരിപാടികൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പ്രൊമോഷൻ ക്യാമ്പയിൻസുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നോർമലി എന്തൊക്കെയാണ് പ്രൊമോഷൻ ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നത് പറയാം? പ്രൊമോഷൻസ് മീൻസ് നമ്മൾ ഓഫർ മീൻസ് വാട്സപ്പിലിടും. വാട്സപ്പ് നമ്മുടെ ഗ്രൂപ്പുകളുണ്ട്, 2-3 ഗ്രൂപ്പുകളുണ്ട്. പിന്നെ നമ്മൾ ഫെസ്റ്റിവൽ ടൈംസിൽ നമ്മൾ നോട്ടീസ് അടിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ അവരുടെ ഇപ്പം നമ്മളിപ്പോൾ പ്രൊമോഷൻ ചെയ്യേണ്ട ഇപ്പോൾ പുതിയ വലിയ ഐറ്റംസ് ആണെങ്കിൽ കമ്പനി സ്റ്റാഫ് തന്നെ വരും. അവർ തന്നെ ഇവർക്ക് നമുക്ക് നമ്മുടെ സെയിൽസ് സ്റ്റാഫിൻ്റെ കൂടെ തന്നെ നിന്നിട്ട് അവർ തന്നെ കസ്റ്റമറെ ക്യാൻവാസ് ചെയ്ത് അവർ മാക്സിമം അവർ തന്നെ ഭൂരിഭാഗം എഫർട്ട് അവരെടുക്കും. പിന്നെ നമ്മൾ ഓരോ റാക്കിലും നമ്മുടെ ഇതിൻ്റെ പ്രൈസ്, MRP, നമ്മുടെ ഓഫർ പ്രൈസ് അതെല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ മാക്സിമം പിന്നെ മറ്റൊന്ന് നമ്മൾ നമ്മുടേതായ ഒരു കാർഡ് പ്രൈസ് ഉണ്ട്. നമുക്ക് സാധാരണ ഓഫർ പ്രൈസ് കൂടാതെ നമ്മളൊരു ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റെഗുലർ കസ്റ്റമേഴ്സിന് നമ്മളൊരു കാർഡുണ്ട്. ആ കാർഡിൽ നമ്മൾ ഒന്നും കൂടെ ഒരു ഡിസ്കൗണ്ടായിട്ട് കൊടുക്കും. നമ്മൾ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ ചെയ്യുന്ന ഓരോ അല്ല, സ്റ്റോർ ഡിസ്കൗണ്ട്സ് ആയിട്ട് പ്രൊഡക്റ്റുകൾക്ക് അങ്ങനെ കൊടുക്കാറുണ്ടോ? സ്റ്റോർ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അതാണ് നമ്മൾ ഓരോ റാക്കിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നത്. മിനിമം മൂലൻസ് ഓരോ റാക്കിലും നമ്മുടെ ഒരു മിനിമം ഒരു 25-30 ഐറ്റംസ് വീതം ഡിസ്കൗണ്ട് ആയിട്ട് കിടക്കുന്നുണ്ട്. മൂലൻസിൻ്റെ ഔട്ട്ലെറ്റ് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും TV, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നു? ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഫേസ്ബുക്കിലും മറ്റേ ഇതിലും എല്ലാത്തിലും ഉണ്ട്. എന്തെങ്കിലും ഹോർഡിങ്സോ അങ്ങനെ എന്തെങ്കിലും ഹോർഡിങ്സ് ഇപ്പോൾ നമ്മളിപ്പോൾ NH ഈ സൈഡിലായതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് തന്നെ നമ്മുടെ ഒരു ബോർഡ് തന്നെ വലിയൊരു പരസ്യം തന്നെയാണ്. നമ്മൾ ഫുൾ ടൈം ലൈറ്റായിട്ടും പിന്നെ ഒന്നും കൂടാതെ നമ്മുടെ ഒരു അട്രാക്റ്റീവ് സംഭവമാണ് നമ്മൾ മുമ്പ് ചെയ്തിട്ടേക്കുന്നത് നമ്മുടെ ടീ ഷോപ്പ്. ആ ടീ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സ് എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെയെങ്കിലും കയറും. അതൊക്കെ നല്ലത് തന്നെ. ടീ ഷോപ്പ് നമ്മളിപ്പോൾ അങ്ങനെ ഒരു പ്രോഫിറ്റ് ബേസിൽ നടത്തുന്ന ഒരു സംഭവമല്ല ഈ ടീ ഷോപ്പ്. ഓക്കെ. ഈ പ്രിന്റ് അഡ്വർടൈസ്മെന്റ് പോലെ ഇപ്പോൾ സാറിൻ്റെ ഇവിടെ ഒരു നോട്ടീസ് നമ്മൾ കണ്ടു. അതല്ലാതെ ന്യൂസ് പേപ്പറിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ട്? ന്യൂസ് പേപ്പറിൽ നമ്മളങ്ങനെ ഓഫേഴ്സ് എന്തെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ഓഫേഴ്സും അങ്ങനെ എന്തെങ്കിലും വരുന്നു? ഇല്ല. അത് നമ്മുടെ ഇപ്പോൾ കമ്പനീസ് തന്നെ ചെയ്യും. കമ്പനീസ് കൊടുക്കുന്ന ഓഫറും ഉണ്ടാവും. ഒരു ന്യൂസ് പേപ്പറിൽ ഇതായിട്ട് നമ്മൾ കൊടുക്കുന്ന മെയിനായിട്ട് നോട്ടീസ്, വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെ രീതിയിലുള്ള പ്രൊമോഷൻസാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പം നേരത്തെ ഒരു കാർഡിൻ്റെ കാര്യം പറഞ്ഞു. കസ്റ്റമേഴ്സ് നമ്മൾ കാർഡ് ബെനിഫിറ്റ് അഡീഷണൽ, അതല്ലാതെ വേറെ എന്തെങ്കിലും കസ്റ്റമർ ലോയാലിറ്റി പോലെ നമ്മൾ പോയിൻറ്റ്സ് ഒന്നുമില്ല. പോയിൻറ്റ്സ് ഇല്ല. നമ്മൾ കൊടുക്കുന്ന നമ്മൾ അപ്പോൾ തന്നെ സ്പോട്ടിൽ തന്നെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ചില ഇടക്കാരെന്ന് പറഞ്ഞാൽ നമ്മളിത് പോയിൻ്റ് ബേസിലാണ് അത് ചെയ്യുക. എന്നിട്ട് അവസാനം ഏതെങ്കിലും ഒരു ടൈമിൽ ആ പോയിൻ്റ് എല്ലാം ഒറ്റ ടൈമിൽ റെഡീം ചെയ്ത് കൊടുക്കാനൊക്കെ കഴിയും. നമ്മൾ അങ്ങനെയില്ല. നമ്മൾ അപ്പോൾ തന്നെ കസ്റ്റമറിന് അപ്പം തന്നെ കിട്ടുന്ന രീതിയിൽ ചെയ്തു. ഓക്കെ സാർ. അപ്പോൾ ഇത്ര സഹായിച്ചെന്ന് പറയാം.